പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ സമരം നടത്തി. അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ. തൃശൂരിൽ പൂരാവേശത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. പിന്നാലെ പാറമേക്കാവിലും കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുഞ്ഞിന് കണ്ണീരോടെ വിട നൽകി. അതിനിടെ കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിനു മുന്നിൽ സമരം നടത്തി. അധികൃതരുമായി ബന്ധപ്പെട്ടുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയത് ശരിയാക്കേണ്ടത് നിർമ്മാണ കമ്പനിയാണെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. പെരിഞ്ഞനം 13-14 വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതാണ് ഈ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. എന്നാൽ പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് സമരവുമായി രംഗത്തെത്തിയത്. എന്നാൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയത് ശരിയാക്കേണ്ടത് നിർമ്മാണ കമ്പനിയാണെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. നിർമ്മാണ കമ്പനിയുടെ കരാറുകാരനുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തിനുള്ളിൽ പൈപ്പ് ശരിയാക്കി നൽകാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കരീം, സ്മിത സന്തോഷ്, ടി.എൽ. ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ.സി. രവീന്ദ്രൻ, ഹഷീറ ബഷീർ, ഷംല ഷഫീഖ്, പ്രീതി സന്ദീപ്, ബിന്ദു ജയൻ എന്നിവർ നേതൃത്വം നൽകി. കുടിവെള്ളക്ഷാമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രദേശങ്ങളിലുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊറ്റംകുളം ഭാഗത്തുള്ള കുടിവെള്ളക്ഷാമം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വെള്ളക്ഷാമത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയായിട്ട് ഇപ്പോൾ ഏരിയയായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് ചെയ്തതിൽ നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് നിന്ന് അത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ അവർ പറയണത്. അപ്പോൾ നാഷണൽ ഹൈവേ അതിൻ്റെ കോൺട്രാക്ടർക്ക് വിളിച്ചു, അതിൻ്റെ എയിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരിൽ നിന്ന് ഇപ്പോൾ കിട്ടിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കുന്ന വിഷയമായിട്ടുള്ള സമീപനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ദിവസത്തിന് ശേഷം ഇത് പരിഹരിക്കാനായിട്ടുള്ള സമീപനം ഇല്ലെങ്കിൽ വീണ്ടും ഈ 4 ദിവസത്തിന് ശേഷം ഇവിടെ വീണ്ടും ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരുമെന്ന് ഞങ്ങൾ എയിനെ അറിയിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, പെരിഞ്ഞനം. ചാലക്കുടിയിൽ UDF-ഉം LDF-ഉം തിരഞ്ഞെടുപ്പ് ചെലവ് പരിധി ലംഘിച്ചതായി NDA. ഇടത് വലതു സ്ഥാനാർത്ഥികൾ 10 മുതൽ 20 ഇരട്ടി വരെ തുക ചെലവഴിച്ചു. ഏകദേശം 4 മുതൽ 8 കോടി രൂപ വരെ ഇതിനകം ചെലവഴിച്ചുവെന്നും NDA നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും NDA ആവശ്യപ്പെട്ടു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചെലവ് പരിധി ലംഘിച്ച് 10 ഇരട്ടിയോളം തുക ചെലവഴിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇടത് വലതു മുന്നണികൾ നടത്തിയെന്ന് NDA മുന്നണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ചാലക്കുടിയിൽ നിശ്ചയിച്ചിട്ടുള്ള പരമാവധി തിരഞ്ഞെടുപ്പ് ചെലവ് ഏകദേശം 40 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ ഇടതു വലത് സ്ഥാനാർത്ഥികൾ 10 മുതൽ 20 ഇരട്ടി വരെ തുക ചെലവഴിച്ചു. ഏകദേശം 4 മുതൽ 8 കോടി രൂപ വരെ ഇതിനകം ചെലവഴിച്ചു. പ്രചാരണ റാലികൾ, വോട്ടർമാർക്ക് പണം വിതരണം, വാഹനജാഥകൾ, പാർട്ടി പ്രവർത്തകർക്കുള്ള പ്രോത്സാഹന തുക എന്നിവയ്ക്കായി ഈ വൻ തുകയാണ് വിനിയോഗിച്ചതെന്ന് അവർ ആരോപിച്ചു. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ചോദ്യം ചെയ്യുന്നതും ജനാധിപത്യത്തിന് നേരെയുള്ള വലിയ ആഘാതവുമാണ്. ഈ വിഷയങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ സമഗ്രമായ അന്വേഷണം നടത്തി ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് NDA ആവശ്യപ്പെട്ടു. പത്രസമ്മേളനം നടത്തി ആരോപിക്കുന്നത് ഇത് നമ്മൾ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതിലൊരു നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ, അനിൽ തോട്ടവീതി, KA ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, KA സുരേഷ്, TV പ്രജിത്ത്, PD വർഗീസ് എന്നിവർ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂരിൽ പൂരാവേശത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്.
പിന്നാലെ പാറമേക്കാവിലും കൊടിയേറ്റു ചടങ്ങുകൾ നടന്നു. 8 ഘടകക്ഷേത്രങ്ങളും കൊടിയേറിയതോടെ ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക് കടന്നു. ഇന്ന് രാവിലെ 8:30 ആരംഭിച്ച പഞ്ചാരിമേളം കലാശിച്ചതിന് പിന്നാലെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂജിച്ച കൊടിക്കൂറ ദേവസ്വം ഭാരവാഹികൾ ഏറ്റുവാങ്ങി. പാരമ്പര്യ അവകാശികൾ തയ്യാറാക്കിയ കൊടിമരം ആഘോഷപൂർവ്വം കൊടിച്ചോട്ടിലെത്തിച്ചു. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടതിനു ശേഷം കൊടിക്കാലിൽ കൊടിക്കൂറ കെട്ടി. കുരവയുടെയും ആർപ്പിൻ്റെയും അകമ്പടിയോടെ തിരുവമ്പാടിയുടെ കൊടി വാനിലുയർന്നു. പിന്നീട് നായ്ക്കനാലിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരക്കൊടി ഉയർന്നു. പിന്നാലെ 11:30 പാറമേക്കാവിൻ്റെ ഊഴം. വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിയ ദേവിയെ സാക്ഷി നിർത്തിയാണ് ദേശക്കാർ കൊടി ഉയർത്തിയത്. കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിൽക്കുന്ന പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ പാറമേക്കാവ് ഉയർത്തി. 8 ഘടകക്ഷേത്രത്തിൽ ലാലൂരാണ് ആദ്യം കൊടിയേറ്റിയത്. പിന്നാലെ അയ്യന്തോളും മറ്റു ഘടകക്ഷേത്രങ്ങളും കൊടിയേറ്റി. 24-ന് തൃശൂർ പൂരത്തിൻ്റെ ചമയ പ്രദർശനം നടക്കും. അന്ന് വൈകിട്ട് 7-നാണ് സാമ്പിൾ വെടിക്കെട്ട്. പൂരവിളംബരം അറിയിച്ച് 25-ന് നെയ്തലക്കാവിലമ്മ തെക്കേ നട തുറന്നിറങ്ങും. 26-ന് കാലത്ത് കണിമംഗലം ശാസ്താവിൻ്റെ വരവോടെ ഘടകപൂരങ്ങളുടെ പുറപ്പാട് ആരംഭിക്കും. പിന്നാലെ മേളാസദൂർക്കായി തിരുവമ്പാടിയുടെ പഞ്ചവാദ്യവും മേളവും. പിന്നാലെ പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളം. പിന്നെ വിശ്വപ്രസിദ്ധമായ കുടമാറ്റം. 27-ന് പകൽപൂരത്തോടെ ഉപചാരം ചൊല്ലിപ്പിരിയും. മീഡിയ ടൈം, തൃശൂർ. കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുഞ്ഞിന് കണ്ണീരോടെ വീട് നൽകി. തൃശൂർ കൊടുങ്ങപ്പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതിനിടെ കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽച്ചോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാരം കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടത്തി. കുരുന്നു ബാലന് യാത്രാമൊഴിയേകാൻ നാട് ഒന്നടങ്കമാണ് കോടാലിക്കടുത്തുള്ള കടമ്പോട് കാവുങ്ങൽ വീട്ടിലും വെള്ളിക്കുളങ്ങര കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലുമായി എത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ആൽജോയുടെ മൃതദേഹം രാവിലെ 11-ഓടെയാണ് കടമ്പോടുള്ള വീട്ടിൽ കൊണ്ടുവന്നത്. കടമ്പോട് ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആൽജോയെ അവസാനമായി ഒരു നോക്കു കാണാനായി സഹപാഠികളും പ്രധാന അധ്യാപിക PM ലിഷയുടെ നേതൃത്വത്തിൽ അധ്യാപകരും എത്തിയിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ പുതുക്കാട് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്, വെള്ളിക്കുളങ്ങര വരന്തരപ്പള്ളി പോലീസ് SHOമാർ, വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോയ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. റവന്യൂ ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ഇരിങ്ങാലക്കുട രൂപതയിലെ സീനിയർ വൈദികരും ആൽജോയുടെ വീട്ടിലെത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൽജോയുടെ മൂത്ത സഹോദരൻ അനോജിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ വെന്റിലേറ്ററിലാണ്. അതേസമയം കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെയാണ് കണ്ടത്. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. റബ്ബർ മരങ്ങളുടെ നടുവിലാണ് ഇവരുടെ വീട്. സമീപ പ്രദേശങ്ങളിൽ ശംഖുവരയൻ പാമ്പുകളെ നിരവധി കണ്ടിട്ടുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. വീടിനോട് ചേർത്ത് വെച്ച വിറകുകെട്ടുകളും ഭിത്തിയിലൂടെയുള്ള വള്ളിപ്പടർപ്പുകളും വീടിനുള്ളിലേക്ക് പാമ്പ് കയറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. നാട്ടുകാർ തല്ലിക്കൊന്ന പാമ്പിനെ പരിശോധനകൾക്കായി വനംവകുപ്പ് കൊണ്ടുപോയി. അതേസമയം കുട്ടിയുടെ മരണകാരണം ശംഖുവരയൻ്റെ കടിയേറ്റ് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കണ്ടെത്തൽ. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്. ഭക്ഷ്യവിഷബാധയാണ് കുട്ടിക്ക് ഏറ്റതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. മീഡിയ ടൈം, കൊടകര. മാളപ്ലാവിൻ മുറിയിൽ മരം ഉരുപ്പിടികളുമായി വുഡ്മാൾ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ത്രിവേണി എന്റർപ്രൈസസ് ഡയറക്ടർ ഡേവിസ്, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ,
വാർഡ് മെമ്പർ ലിൻസി ജോയ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയൊരു കടയോടുകൂടി 3 വർഷം മുമ്പ് ഫെബ്രുവരി 27-ാം തീയതിയാണ് കട തുടങ്ങുന്നത്. അന്ന് ഡേവിസ് ചേട്ടൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്നും ഡേവിസ് ചേട്ടൻ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്, അതിൻ്റെ വളർച്ചയ്ക്കും എല്ലാത്തിനും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത് ഡേവിസ് ചേട്ടൻ. അദ്ദേഹം കൊടുങ്ങല്ലൂർ ശൃംഗപുരത്ത് വുഡ് മാൾ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി. അത് അന്നത്തെ ഉദ്ഘാടനത്തിന് വേറെ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. 2023 ഫെബ്രുവരി 27-ാം തീയതി എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. അന്ന് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നും ഞാനിത് ഇവിടെ വെച്ച് പറയുന്ന കാര്യമല്ല, എന്നും ഞാൻ ആ സ്ഥാപനം വളരട്ടെ വളരട്ടെ എന്ന് വിചാരിച്ചു. മറ്റുള്ള സ്ഥാപനം വളരണ്ടെന്നല്ല, നമ്മളത് ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഇന്നത്തെ ഉദ്ഘാടനത്തിന് എനിക്ക് വരാൻ പറ്റിയതിൽ ഞാൻ സർവശക്തനോട് വളരെ താഴ്മയോട് നന്ദി പറയണം. കാരണം അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വളർച്ച ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എടവലങ്ങ് പഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ തന്നെ ഒരു നിവാസിയാണ്, നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംരംഭമായ ഈ വുഡ് മാള് വലിയ രീതിയിൽ തന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതുമാത്രമല്ല, ചെറുപ്പക്കാർക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ടത്തിലൂടെ നേടിയെടുത്തൊരു ലക്ഷ്യമാണ്. അപ്പോൾ ഈ ലക്ഷ്യത്തിന് ഇനി ഉന്നതിയിലെത്താനായിട്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തും. പിന്നെ ഇവരുടെ സ്ഥാപനത്തിന് നല്ല ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ, പിന്നെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടി ഉറപ്പായി ആദ്യ വിൽപ്പന നിർവഹിച്ചു. വേണുഗോപാൽ കോട്ടപ്പുറത്ത് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. അവശനിലയിൽ പുഴയ്ക്കരിയിൽ കണ്ടെത്തിയ കോളേജ് വിദ്യാർത്ഥിനി ആശുപത്രിയിൽ വെച്ച് മരിച്ചു. പെരുമ്പാവൂർ ഇളമ്പപ്പിള്ളി സ്വദേശി അഞ്ജന ബിജുവാണ് മരിച്ചത്. തിങ്കൾ രാവിലെ 10ഓടെ കാലടി ചെങ്ങൽ പ്രദേശത്താണ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. പുഴയിൽ അവശയായ നിലയിൽ അഞ്ജനയെ പ്രദേശവാസികളാണ് ആദ്യം കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് കാലടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ 11ഓടെ മരിച്ചു. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് വിദ്യാർത്ഥിനിയാണ്. കൊരട്ടി ചിറങ്ങരയിൽ വാഹനാപകടം. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോവുകയായിരുന്ന ബസ് ചിറങ്ങര മേൽപ്പാലം ഇറങ്ങി വരുമ്പോൾ ഓട്ടോയുമായി കൂട്ടിയിടിച്ചു. ഓട്ടോ തകർന്നു. ഡ്രൈവറെ പരിക്കുകളോടെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണം പൂർത്തിയായ മേൽപ്പാലത്തിന്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത് ദേശീയപാതയിലെ ക്ലിയറൻസ് പൂർത്തിയാക്കാതെയാണ്. മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗങ്ങളിൽ യു-ടേൺ നിലനിർത്തിയത് അപകടത്തിന് കാരണമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിംഗ്, വനിതാ വിംഗ് സംയുക്ത കൺവെൻഷൻ നടത്തി.
SN പുരം പോള ഹാളിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവീനർ MR സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, ട്രഷറർ സുബൈർ വാഴാലിപ്പാടം, വൈസ് പ്രസിഡന്റുമാരായ വിനോദ് കക്കറ, താജുദ്ദീൻ കാവുങ്ങൽ, CC അനിത, വനിതാ വിംഗ് ചെയർപേഴ്സൺ KB ബീന, ദിലീപൻ, മനോജ്, സ്മിത, ദിലീപ്, യൂത്ത് വിംഗ് മണ്ഡലം ചെയർമാൻ പ്രിയൻ, കൺവീനർ KS കണ്ണൻ എന്നിവർ സംസാരിച്ചു. ബക്കർ മേത്തലയുടെ മൗനങ്ങളുടെ മൊഴിയാട്ടം നാടകാവതരണത്തിന് 40-ാം വർഷം. വ്യത്യസ്ത കലാസമിതികൾ ഈ നാടകം വീണ്ടും അവതരിപ്പിച്ചു. നഷ്ടപ്പെട്ടുപോയ നാടക സംസ്കാരത്തെ വീണ്ടെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സമ്മേളനം നടനും സാംസ്കാരിക പ്രവർത്തകനുമായ നന്ദഗോപൻ വെള്ളത്താടി ഉദ്ഘാടനം ചെയ്തു. ഹീര ജോസഫ് അധ്യക്ഷത വഹിച്ചു. മൗനങ്ങളുടെ മൊഴിയാട്ടം നാടകത്തിന് 2ാം പതിപ്പ് സുധീഷ് അമ്മവീട് കല്യാൺ K മേത്തലയ്ക്ക് നൽകി. പ്രകാശനം നിർവഹിച്ചു. തങ്കരാജ് ആനാപ്പുഴ, പൗർണമി വിനോദ്, ബെന്നി ബോണിഫസ്, ഗോപിനാഥ് മനയത്ത്, TS സജീവൻ, ബിജു കാരോളി എന്നിവർ പ്രസംഗിച്ചു. ലോകമലേശ്വരം സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം ഭക്തിനിർഭരമായി നടന്നു. സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല സമർപ്പണം പണ്ടായടുപ്പിൽ അഗ്നി പകർന്നതോടെ തുടക്കമായി. സുരേന്ദ്രൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു. ഗുരുദേവ സമാജം പ്രസിഡന്റ് KK ഹർഷകുമാർ, സെക്രട്ടറി VS സജീവൻ, PS മനോജ്, KR പ്രഹ്ലാദൻ, VP കല്യാൺ റാം, സുരേഷ് തെക്കൂട്ട്, പ്രഥമകുമാർ, ES ധർമ്മരാജ്, ലീന, മനോജ്, ഉഷ സുധർമ്മൻ എന്നിവർ നേതൃത്വം നൽകി. വെളുത്തേടത്ത് നായർ വനിതാ സൊസൈറ്റി തൃശൂർ വാർഷിക കൺവെൻഷൻ നടത്തി. പ്രശസ്ത സാഹിത്യകാരിയും അധ്യാപികയുമായ സുജ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. വെളുത്തേടത്ത് നായർ വനിതാ സൊസൈറ്റി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ദീപ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പഴമ്പള്ളത്ത് മുഖ്യാതിഥിയായിരുന്നു. നിഷ ജയേഷ്, കേശവദാസ്, സുബീഷ് സുകുമാരൻ, PT വിനയചന്ദ്രൻ, മനോജ് പരമേശ്വരൻ, വത്സലകുമാരി തൃപ്രയാർ, പുഷ്പ ചുരശ്ശേരി, വിജിത മനോജ് പഴൂക്കര എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ സമരം നടത്തി. അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ. തൃശൂരിൽ പൂരാവേശത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. പിന്നാലെ പാറമേക്കാവിലും കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുഞ്ഞിന് കണ്ണീരോടെ വിട നൽകി. അതിനിടെ കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. പാമ്പിൻ കുഞ്ഞിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.